Damshore, expert bill care. ഓക്കെ, ഇനി ഡാംഷോറിന്റെ ഒരു മാർക്കറ്റിംഗ് ഹെഡ് എന്നുള്ള നിലയ്ക്ക് ഡാംഷോറിൽ ഞങ്ങൾ ഫോളോ ചെയ്തു വരുന്ന ചില പോളിസികളുണ്ട്. തീർച്ചയായും അതുകൂടി പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് എന്തായാലും എങ്ങനെ നിങ്ങൾ എത്തി അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ഓൺ ബോർഡ് ആയി എന്നുള്ളത് അറിയുള്ളൂ. അപ്പം ഞാൻ അത് ഒന്ന് നമ്മുടെ ഒരു പ്രൊസീജിയർ കൂടി പറഞ്ഞ് നിങ്ങളിലേക്ക് വരാം. അതായത് ഇവരിപ്പോൾ 3 വർഷമായി ഫ്രാഞ്ചൈസി ഓപ്പൺ ആക്കി അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്ലെറ്റ് മഞ്ചേരിയിൽ ഓപ്പൺ ആക്കിയിട്ട് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഇതിൻ്റെയും ഒരുപാട് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഇവർ നമ്മളുമായി കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായും. കാരണം ഒരിക്കലും നിങ്ങൾ നമ്മുടെ അടുത്തൊരു എൻക്വയറി വന്ന് നിങ്ങളുടെ കയ്യിൽ ഫിനാൻഷ്യൽസ് റെഡിയാണെന്ന് പറഞ്ഞ് ഉടനെ നമ്മൾ ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇല്ല. ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഒരു ഓൺ ബോർഡിങ് സ്റ്റേജ് ഒന്ന് പറയാമോ? നമ്മൾ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന ഫവാസിനെയാണ്. ഫവാസ് നമ്മുടെ ഫ്രാഞ്ചൈസി ഡീൽ ചെയ്യുന്നത്. ഫസ്റ്റിനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരു ഏകദേശം ഒരു 1 month കഴിഞ്ഞിട്ടാണ് നമുക്ക് ഫസ്റ്റ് സിറ്റിംഗ് മുന്നോർക്കാനായിട്ട് നമുക്ക് ഒരു ടൈം ഇനീഷ്യൽ സിറ്റിംഗ് ഡയറക്ടറായിട്ട് അതെ. നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 3 പേരും ഒന്ന് മീറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ഒരു ഇനീഷ്യൽ എന്താണ് ഡാംഷോർ, എന്താണ് ഡാംഷോർ പ്രൊവൈഡ് ചെയ്യണത്, ഡാംഷോർ സർവീസ് എങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ മുന്നോർക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു. അതിന് അടിസ്ഥാനത്തിൽ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്തു. നമ്മൾ 3 പേരും ഡിസ്കസ് ചെയ്തു. അവിടെ മുന്നോർക്ക് നമ്മൾ അറിയിക്കാൻ പറഞ്ഞു. പിന്നെയും 2-3 സിറ്റിംഗ് ഇരുന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഫൈനലൈസ് ചെയ്തിട്ട് നമ്മൾ ഓക്കെ ആണെന്ന് ഡാംഷൂറിനും തോന്നി, നമുക്കും തോന്നിയിട്ടാണ് നമ്മൾ ഇതിലൂടെ എത്തുന്നത്. തീർച്ചയായും. ഹമീദ് അവസാനം പറഞ്ഞ ആ ഒരു പോയിന്റിൽ നിന്നാണ് ഞാൻ അടുത്ത ചോദ്യം ആരംഭിക്കുന്നത്. ഹമീദ് പറഞ്ഞ പോയിന്റ്, ഡാംഷോർ ഞങ്ങളെക്കുറിച്ചും അറിയണമായിരുന്നു, ഞങ്ങൾക്കും ഡാംഷോറിനെ കുറിച്ച് അറിയണമായിരുന്നു. തീർച്ചയായും ഡാംഷോർ ഒരു ഫ്രാഞ്ചൈസി എൻക്വയറി വന്നാൽ ഈ ഒരു പോയിന്റിലാണ് ഞങ്ങൾ എപ്പോഴും സ്റ്റക്ക് ആവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിമം ഒരു കൂൾ ഓഫ് ടൈം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമുക്കൊരു എക്സാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ഉണ്ട് ആദ്യം നമുക്കൊരു കൂൾ ഓഫ് ടൈം, ഒരു സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ. ഇവിടെ ഡാംഷോർ ഇങ്ങനെ ഒരു സമയം വെക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊരു കൂൾ ഓഫ് ടൈം തരുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായും ആദ്യത്തെ കുറച്ച് പ്രൊജക്റ്റുകൾ ഡയറക്റ്റ്ലി ഇൻവോൾവ് ആയിട്ട് അറിയണം എങ്ങനെയാണ് ഡാംഷോർ ഒരു പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറുകൾ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ച് പഠിക്കാനും നമുക്കിത് പറ്റുന്ന മേഖലയാണോ എന്ന്, പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ഒരു എനർജറ്റിക് ആയിട്ട് ഈ ഒരു സമയത്ത് സൈറ്റുകളിലേക്ക് എത്തി നേരിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം എത്ര പ്രൊജക്റ്റിൽ ഓൺബോർഡ് ആവുന്നതിന് മുമ്പ് ഇടപെട്ട് കാണും? ഒരു ഏകദേശം 2-3 പ്രൊജക്റ്റിൽ തീർച്ചയായും കാണുമല്ലോ. 3 പ്രൊജക്റ്റുകൾ കൂടുതൽ ഇവിടെ മഞ്ചേരി ബേസ് ചെയ്തിട്ടാണ്. അതായത് നമുക്ക് വരുന്ന ഡാംഷോറിന്റെ പ്രൊജക്റ്റിൽ നിങ്ങളും ഇൻവോൾവ് ആയിട്ട്. യെസ്. നമ്മുടെ ഈ മഞ്ചേരി ടീമിനോട് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ ഔട്ട്ലെറ്റുകളിൽ പോകുന്നതുകൊണ്ടേ നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മഞ്ചേരി ടീം എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്. അപ്പം മഞ്ചേരി ടീമിനോട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് തീർച്ചയായും ഈ ഒരു അക്കാഡമിക് കോഴ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയമായതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് വന്നു കാണുന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം വളരെ ചെറിയ ഏജ് ഗ്യാപ്പേ നമ്മൾ തമ്മിലുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയത്ത് എന്തുകൊണ്ട് ഡാംഷോറിലേക്ക് നിങ്ങൾ തീരുമാനിച്ചു എന്നുള്ളതാണ്. കാരണം എനിക്കുറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകളായതുകൊണ്ട് വ്യത്യസ്ത ഓപ്ഷൻസ് വന്നിട്ടുണ്ടാവും. ഈവൻ ചിലപ്പോൾ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിന്ന് തന്നെ പലതും വന്നിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ഓൺട്രപ്രണർ ലൈഫിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നതോടുകൂടി നിങ്ങളുടെ സർക്കിളിലുള്ളവരെല്ലാവരും അപ്രോച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് എങ്ങനെ ഈ ഒരു പോയിന്റിലേക്ക് ഈ ഒരു കമ്പനിയിലേക്ക് എത്തി എന്നുള്ളതാണ് എനിക്കറിയാൻ ആഗ്രഹമുള്ളത് ആസ് എ മാർക്കറ്റിംഗ് ഹെഡ് ഓഫ് ഡാംഷോർ. യെസ്. ഈ കൺസ്ട്രക്ഷനിൽ ഇപ്പോൾ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് വാട്ടർ പ്രൂഫിങ്. തീർച്ചയായിട്ടും അതിൽ നമുക്ക് ഫൗണ്ടേഷൻ തൊട്ട് നമുക്ക് വാട്ടർ പ്രൂഫിങ് എന്തായാലും നിർബന്ധമാണ്. കേരളത്തിൻ്റെ പ്രത്യേകിച്ച് ക്ലൈമറ്റ് വെച്ച് നോക്കുമ്പോൾ കാപ്പിലറി ആക്ഷൻ ഒക്കെ ഏറ്റവും കൂടുതലുള്ള ക്ലൈമറ്റ് ആണല്ലോ. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡാംഷോറിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ബാക്കി ബ്രാൻഡിനെ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഡാംഷോർ ജസ്റ്റ് ഒരു പ്രൊഡക്റ്റ് സെയിലിന് ഉപരി അത് സർവീസ് ഓറിയൻറ്റഡ് കമ്പനിയാണ്. ഡാംഷോർ തന്നെയാണ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യണത്. കസ്റ്റമറിന് ഒരു ടെമ്പററി സൊല്യൂഷൻ കൊടുക്കുന്നതിലുപരി ഒരു വാട്ടർ പ്രൂഫിങ്ങിൽ പെർമനൻറ്റ് സൊല്യൂഷൻ കസ്റ്റമർ കൊടുക്കാന്നാണ് ഡാംഷോർ ഉദ്ദേശിക്കുന്നത്. ഒരു കസ്റ്റമറെ ക്ലയൻ്റ് ആയിട്ട് കാണുന്ന ഒരു അസോസിയേറ്റഡ് പാർട്ട്ണറായിട്ടാണ് ഡാംഷോർ കാണുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു സർവീസ് സെക്ടർ ആകുമ്പോൾ അത്രയും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ബ്രാൻഡിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഡാംഷോർ ഫൈനലൈസ് ചെയ്ത് ഡാംഷോറിലോട്ട് വരുന്നത്.
യെസ്. എന്താണ് റഹ്മത്തിന് കൂട്ടിച്ചേക്കാനുള്ളത്? തീർച്ചയായും അത് തന്നെയാണ് ഒരു കാര്യം. ബാക്കിയുള്ള ബ്രാൻഡുകൾ, ബാക്കിയുള്ള എടുത്ത് പറയുന്നില്ല, എല്ലാ ബ്രാൻഡായാലും പ്രൊഡക്റ്റാണ് ഒന്നുകൂടി ഫോക്കസ് ചെയ്യുന്നത്. പ്രൊഡക്റ്റിന്റെ സെയില്. അതെ, പ്രൊഡക്റ്റിന്റെ സെയിലാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ ഡാംഷുറിൻ്റെ നമ്മൾ ഫസ്റ്റ് സിറ്റിങ്ങിൽ മുന്നേർക്കാൻ ഇപ്പോൾ ഇരുന്നപ്പോൾ കിട്ടിയ കാര്യം വെച്ചാൽ പ്രൊഡക്റ്റ്, അതിനുപരി സർവീസാണ് അവർക്ക് പ്രയോറിറ്റി എന്നുള്ളത്. അതൊരു ക്യാച്ചിങ് ആയിരുന്നു. പിന്നെ ഒബ്വിയസ്ലി ബ്രാൻഡ് നെയിം ഡാംഷുർ. ഞങ്ങൾ ഏതൊരു കസ്റ്റമർ എടുത്ത് പോകുമ്പോൾ പേര് പോലെ തന്നെയാണോ, ഡാംഷുർ തന്നെയാണോ എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എല്ലാ ക്ലയൻസും മാഷാഅല്ലാഹ് സാറ്റിസ്ഫൈഡ് ആണ്. നമുക്ക് ധൈര്യപൂർവ്വം എവിടെ ചെന്നിട്ട് വി ആർ ഡാം ഷുവർ എന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലേ? ഏത് മമ്മൂട്ടിന്റെ വീട്ടിൽ പോയാലും. ഓക്കെ. Damshur Expert Bill Care.